اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അതിൻ്റെ അർഹിക്കുന്ന ഭാഷയിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കേണ്ടുന്ന മുറപ്രകാരം ആരാധിക്കുകയും ഭയപ്പെടേണ്ട രൂപത്തിൽ യഥാർത്ഥ നിലയിൽ ഭയപ്പെടുകയും ചെയ്യുന്ന തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റുന്ന യഥാർത്ഥ സുന്നത്തിന്റെ വാക്താക്കളുടെ കൂട്ടത്തിലും നാളെ മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇനിയുള്ള വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ, കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെയും പ്രാധാന്യമുള്ള, എന്നാൽ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ദിനരാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരാജിതരുടെ കൂട്ടത്തിൽ പെടാതെ വിജയിക്കുന്ന മുഫ്ലിഹീങ്ങളായിട്ടുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന, പ്രയത്നിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പലപ്പോഴും ഈ റമദാനിന്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇതാ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. റമദാൻ അല്ല നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്, മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് റമദാനിൽ നിന്ന് അകന്നു പോകുന്നത്, വിട പറയുന്നത്. കാരണം അടുത്ത വർഷം റമദാൻ ഇതേപോലെ ഉണ്ടാകും. പക്ഷേ നമ്മളിൽ ആരൊക്കെയുണ്ട് ആരോഗ്യത്തോടുകൂടി
ആയുസ്സോടുകൂടി ആഫിയത്തോടുകൂടി ആരൊക്കെ ഉണ്ടാകും എന്നതാണ് അതിൽ നമുക്കാർക്കും അറിയാത്ത ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തേക്ക് നമുക്കില്ല എന്നത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ദിനരാത്രങ്ങൾ കേവലം നമ്മുടെ കൈകൾ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താനുള്ള ദിവസങ്ങളെ നമ്മളുടെ കയ്യിലുള്ളൂ എന്ന യഥാർത്ഥ ബോധത്തോടുകൂടെ ആയിരിക്കണം ഇനിയുള്ള ഓരോ ദിവസവും പ്രയത്നിക്കേണ്ടത് എന്ന് ആദ്യമേ തന്നെ എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, റമദാനിന്റെ ഏറ്റവും വലിയ കാര്യമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ തഖ്വ നേടണമെന്നാണ് എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തഖ്വയില്ലാത്തവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി കൊണ്ട് ദൃഢതയോടുകൂടി നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ ആ തഖ്വ എവിടെയാണ് ഉണ്ടാവുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാൻ സാധിക്കും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക്, നെഞ്ചകത്തേക്ക് ചൂണ്ടിയിട്ട്, ഷറഫാക്കപ്പെട്ട ശരീരത്തിലെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തഖ്വ ഹഉനാ, അത്തഖ്വ ഹഉനാ, അത്തഖ്വ ഹഉനാ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സുകളിലാണ് തഖ്വ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ, ആ ഹൃദയം നന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഈ റമദാനിൽ 24 നോമ്പുകൾ നമ്മൾ ഇന്ന് കടന്നുപോയി. 25ാമത്തെ നോമ്പിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ 24 ദിവസം കൊണ്ട് പരിവർത്തനത്തിന്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിന് സാധിക്കാത്ത രൂപത്തിലാണ് കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ എങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് കരഞ്ഞു പറയണം, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയണം, നമ്മുടെ ഓരോരോ കാര്യങ്ങളും റബ്ബിനോട് എടുത്തു പറയണം. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റബ്ബ് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. അല്ലയോ ജനങ്ങളെ, മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എന്തുകൊണ്ടൊക്കെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഇതാ ഒരു സതുപദേശവുമായി കൊണ്ട്, ഒരു താക്കീതായിക്കൊണ്ട് ഇതാ ഖുർആൻ ഇറങ്ങിയിരിക്കുകയാണ്. മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് വന്നിട്ടുള്ള ഖുർആനാണ്. ആ ഖുർആന്റെ പ്രത്യേകത എന്താ? ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനെ സംശുദ്ധമാക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിനെ ബാധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളെ അതൊക്കെ കൃത്യമായി കൊണ്ട് ആ രോഗങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ അവതീർണമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോ, സഹോദരന്മാരെ, നമ്മളൊന്ന് പരിശോധിക്കുക. ആ ഖുർആനിന്റെ മാസത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിട്ട് ഖുർആൻ കൊണ്ട് ഹൃദയം നന്നാക്കുമെന്ന് റബ്ബ് പറഞ്ഞിട്ട് എന്റെയും നിങ്ങളുടെയും ഹൃദയം നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? സുഹൃത്തെ, നമ്മളൊന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹുവിനോട് റബ്ബിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി പറയുകയാണ്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അള്ളാഹുവേ, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എല്ലാവരെയും വിചാരണ ചെയ്യുന്ന, ഒരാളെയും വിട്ടുകളയാത്ത റബ്ബിന്റെ യഥാർത്ഥ ഒരു കോടതി വരാനുണ്ട്. അന്ന് ഒരാൾക്കും ഒരാളെയും പറ്റിക്കാനോ ചതിക്കാനോ ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും ഒന്ന് കള്ളത്തരം കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാനോ സാധിക്കാത്ത, ഒരു ചതിയും വഞ്ചനയും നടക്കാത്ത അള്ളാഹുവിന്റെ സൂക്ഷ്മമായ വിചാരണ നടക്കുന്ന ദിവസമാണെന്ന് അന്നിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ലാ തുഖ്സിനി വലാ തുഖ്സിനി. റബ്ബേ, എന്നെ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ, എന്നെ നീ ഇടങ്ങേറാക്കരുത് റബ്ബേ, എന്നെ നീ മറ്റുള്ളവരുടെ മുന്നിൽ ഇളിഭ്യനാക്കുന്ന, നിന്ദ്യനാക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കരുത്. യൗമ യുബ്അസൂൻ, നിന്റെ പുനർജീവന നാളിൽ, വിചാരണ നാളിൽ, ലോകമഹ്ശറയിൽ എന്നെ നീ കൊണ്ടുവന്ന് നിർത്തുമ്പോ
എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമാക്കരുത് റബ്ബേ എന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ആ ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്താണ് ആ വിചാരണ നാളിന്റെ പ്രത്യേകത? അന്ന് ഒരാൾക്കും അവന്റെ സമ്പത്ത് കൊണ്ടോ മക്കളെ കൊണ്ടോ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ദിവസമാണെന്ന്. അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ രക്ഷപ്പെടാനായിക്കൊണ്ട് ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. അവനവന്റെ മക്കളുടെ പേര് പറഞ്ഞോ തന്റെ സമ്പത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ടോ ഒരിക്കലും റബ്ബിന്റെ കോടതിയിൽ രക്ഷയില്ല. എന്നിട്ട് റബ്ബിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു പറയുകയാണ്, അള്ളാഹുവേ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായിട്ടുള്ള ഹൃദയത്തിന്റെ ആളുകൾ ആരൊക്കെയാണോ ഉള്ളത്, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, ഹസദില്ലാത്ത, അതേപോലെ തന്നെ റിയാ ഇല്ലാത്ത, ലോകമാന്യതയില്ലാത്ത, അള്ളാഹുവിനോട് ഋജുമനസ്കനായിക്കൊണ്ട് ആരാണോ ആ സലീമായ ഹൃദയവുമായി കൊണ്ടുവരുന്നവൻ, അവനിക്ക് നാളെ പരലോകത്ത് രക്ഷയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഹൃദയത്തിന്റെ തഖ്വ നേടിയെടുക്കാൻ ലഅല്ലക്കും തത്തഖൂൻ എന്ന് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന നോമ്പുകാരോട് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയത്തിലേക്ക് തഖ്വ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം ഈ അവസാന ദിവസങ്ങളിൽ. കാരണം വരാനുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3, 4, 5 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കണം, പ്രയത്നിക്കണം. ഒരിക്കലും ഉറങ്ങി തീർക്കുവാനുള്ള രാത്രികളല്ല ഇനിയുള്ളത്. അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ കണ്ണുകളുമായി റബ്ബിനോട് തേടേണ്ട രാത്രികളാണ് ഇനിയുള്ളത്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിന് വേണ്ടി കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും നരകം സ്പർശിക്കില്ല. റബ്ബിന് വേണ്ടി കരഞ്ഞോ നിങ്ങള്? മറ്റു പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട്, അവനവന്റെ ദുനിയാവിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും വേദനകൾ ആനന്ദിച്ചുകൊണ്ടും കരഞ്ഞിട്ടുണ്ടാകും ഞാനും നിങ്ങളും. പക്ഷേ എന്റെ നാളത്തെ അവസ്ഥ എന്താണ്? എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ വീട്ടിൽ എന്റെ ഈ ശവശരീരം അല്ലെങ്കിൽ എന്റെ ഈ ജഡമൊന്ന് മുന്നിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്റെ മലക്കുകൾ എന്റെ അടുക്കലേക്ക് വരുമ്പോ, എന്റെ ആത്മാവിനെ പിടിക്കുമ്പോ, എന്റെ കഫൻ പുടവ എന്റെ ശരീരത്തിലേക്ക് ധരിപ്പിക്കുമ്പോ, എന്റെ കബറിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ, പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ, ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം, ആ സന്ദർഭത്തിലൊക്കെ എന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് കരഞ്ഞ് പറയാനുള്ള ദിവസങ്ങളാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഈ ദിനരാത്രങ്ങളിൽ റബ്ബിനോട് ഒറ്റക്കിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി, റബ്ബേ ചെയ്തു പോയതാണ് നാഥാ, ഇന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തതാണ്. റബ്ബിനറിയാം നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളും, അള്ളാഹുവിനറിയാം നമ്മൾ ചെയ്ത ഓരോ സൂക്ഷ്മമായിട്ടുള്ള പോരായ്മകളും ഒക്കെ റബ്ബിനറിയാം. എന്നാലും ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് പറയണം, റബ്ബേ ഇന്നതൊക്കെ ചെയ്തു പോയിട്ടുണ്ട് നാഥാ. കാരണം നാളെ പരലോകത്ത് വരുമ്പോ നമ്മളുടെ നാവിന് സീല് വെച്ചിട്ട് റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷിയായി വരുന്നത് നമ്മുടെ കൈകാലുകളായിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണത്. വളരെ കൃത്യമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ റമദാൻ മാസമായിട്ട് ഖുർആൻ ഒന്നൊരാവർത്തി ഓതാൻ പോലും സമയം കിട്ടാത്തവരായി നമ്മൾ മാറുകയാണ്. ഖുർആനിന്റെ മാസത്തിൽ ജീവിച്ചിട്ട് എന്തേ സുഹൃത്തെ, റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ അല്ലേ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അന്ന് നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും നിന്റെ ഭർത്താവും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ അയൽവാസിയും നിന്റെ കൂട്ടുകാരും ഒക്കെയും നിന്നെ തള്ളിപ്പറഞ്ഞു പോകുന്ന ദിവസമാണെന്ന് പരലോകം. നിന്നെ വേണ്ട എന്ന് വെച്ചു കൊണ്ടുപോകുന്ന ദിവസമാണ് പരലോകം. ഉപ്പ നിങ്ങൾക്ക് എനിക്ക് വേണ്ട, ഉമ്മയെ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോടുന്ന ദിവസമാണ് പരലോകം. അന്ന് നമ്മുടെ കൂടെ കിടപ്പറ പങ്കിട്ട നമ്മുടെ ഇണകൾ പോലും പരസ്പരം നമ്മളെ നോക്കാതെ അവരവരുടെ കാര്യം നോക്കി പോകുന്ന ദിവസമാണ് പരലോകം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മകളെ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് നീ, പക്ഷേ നാളെ പരലോകത്ത് വരുമ്പോ 3 ഘട്ടങ്ങളിൽ നിന്നെ ഞാൻ ഓർക്കില്ലട്ടോ. 3 ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ ഓർക്കില്ല. ഉപ്പയോട് സ്നേഹനിധിയായ വാത്സല്യനിധിയായ മകള് ചോദിക്കുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് ഉപ്പ എന്നെ നിങ്ങൾ മറന്നു പോകുന്നത്?
അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്നാമത്തത് റബ്ബിന്റെ കോടതിയിൽ വന്നുകൊണ്ട് എന്നെ റബ്ബ് വിചാരണക്കെടുക്കാൻ വേണ്ടി മുന്നിൽ നിർത്തുന്ന സന്ദർഭം. ഞാൻ എന്റെ ഉമ്മത്തിനെയും എന്റെ മകളായ എന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ ഫാത്തിമയെ പോലും മറന്നു പോകുന്ന സന്ദർഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, എന്റെ കയ്യിലേക്ക് ഗ്രന്ഥം നൽകുന്ന സമയമുണ്ട്, അന്നും ഞാൻ മകളെ നിന്നെ മറന്നു പോകും, എനിക്ക് ഓർമ്മയുണ്ടാവില്ല. മൂന്നാമത്തത്, സിറാത്ത് എന്ന പാലത്തിലൂടെ വിശ്വാസികൾ മാത്രം കടന്നു പോകാനുള്ള പാലത്തിലേക്ക് റബ്ബിന്റെ അനുവാദത്തോടുകൂടി ഞാൻ കയറുമ്പോ എന്റെ കണ്ണിൽ എനിക്കാരെയും കാണില്ല. അന്ന് നഫ്സി നഫ്സി, എന്റെ ശരീരം എന്നെ മാത്രമായിരിക്കും എനിക്ക് ഓർമ്മയുണ്ടാവുക. എന്റെ നാവിൽ അന്ന് സെല്ലിം സെല്ലിം, അല്ലാഹു എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ആ പ്രവാചകൻ പോലും തന്റെ കുടുംബത്തെയും മകളെയും മറന്നുപോകുന്ന ദിവസം, ഒരാളെയും ഓർമ്മിക്കാത്ത ദിവസം, അന്ന് ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റാത്ത ദിവസമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത്, നിന്റെ പാപങ്ങൾ ഓർത്ത് നീ ഒന്ന് കരയ്. കാരണം അള്ളാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് അവതരിതമായിട്ടുള്ള ഈ ഖുർആനിനെ പറ്റി അവർ കേട്ടുകഴിഞ്ഞാൽ, തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ നിനക്ക് കാണാൻ സാധിക്കും, തഫീളു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണുകൾ കലങ്ങുന്നതായിക്കൊണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതായിക്കൊണ്ട് നിനക്ക് കാണാൻ സാധിക്കും. അന്ന് വിശ്വാസികളുടെ വർത്തമാനം എന്താണ്? റബ്ബ് പറഞ്ഞു, യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. അന്ന് വിശ്വാസികളുടെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനം എന്താ? റബ്ബിന്റെ ഖുർആൻ പറയുകയാണ്, അവര് പറയും, റബ്ബനാ ആമന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അതിനിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, അല്ലാഹുവേ, നിന്നെ വിശ്വസിച്ച, നിന്നെ സത്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ വിശ്വാസികളും പറയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ കരയുന്നവരാണ് വിശ്വാസികളെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പക്ഷേ നമുക്കതിനെ പറ്റി ഒന്നും ചിന്തയില്ല. നമ്മൾ വേറെ പല കാര്യങ്ങളിലേക്കുമാണ് പോകുന്നത്. പക്ഷേ എന്താണ് നമുക്ക് നാളെ വരാനുള്ളത്, എന്താണ് എന്റെ അടുത്ത സന്ദർഭത്തിൽ സംഭവിക്കാനുള്ളത് നമുക്കറിയില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എന്താണ് നാളെ നീ പ്രവർത്തിക്കുക, അല്ലെ? തൊട്ടടുത്ത നിമിഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യും, അടുത്ത നിമിഷം എന്ത് ചെയ്യും, അല്ലേ? നമ്മൾ ഇന്ന് നമ്മുടെ വാഹനത്തിലും നടന്നുമായിക്കൊണ്ട് പള്ളിയിലേക്ക് വന്നു, ഇനി രണ്ടാമത് വീട്ടിലേക്ക് ചെല്ലുമോ ഇല്ലയോ നമുക്കറിയില്ല. അതേപോലെ തന്നെ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചുകൊണ്ടാണ് നീ മരണപ്പെടുക എന്ന് നിനക്കറിയില്ല. അതറിയുമായിരുന്നെങ്കിൽ ആ സ്ഥലത്ത് പോവുകയുമില്ല, അല്ലേ? അങ്ങനെയാണ്, നമുക്കറിയില്ല നമ്മൾ എവിടെ വെച്ച് മരണപ്പെടും. പക്ഷേ അതറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കുമെന്നറിയുമെങ്കിൽ ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളോട്, നിങ്ങളെത്ര ആളുകളുടെ പിൻബലമുള്ള ആളായിരുന്നാലും, നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ മരണം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. അള്ളാഹു ചോദിക്കുകയാണ് നമ്മളോട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്തേ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? നിങ്ങളുടെ തൊണ്ടയിൽ, നിങ്ങളുടെ ഹൽക്കിലേക്ക് നിങ്ങളുടെ റൂഹുമായി കൊണ്ട് ആ മലക്കുൽ മൗത്ത് പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്തേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങൾ പിടിച്ചു നിർത്താത്തത്? വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, പരസ്പരം നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവർ പരസ്പരം നോക്കി നിൽക്കുക മാത്രമാണ്, നിസ്സഹായരാണ്.
അല്ലെ, മരണപ്പെടുന്ന ആളുകളുടെ മുന്നിൽ പലപ്പോഴും നമ്മൾ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ ഉമ്മയുടെയും ബാപ്പയുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സാക്ഷികളായിട്ടുണ്ടാകാം. പക്ഷേ ഒന്ന് പിടിച്ചു നിർത്താൻ, ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് പിടിച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കൂട്ടരെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, വമാ യസ്തഖിറൂന സഅതൻ വമാ യസ്തഖ്ദിമൂൻ. ഒന്ന് പിന്തിപ്പിക്കാനോ ഒരു സെക്കൻഡ് ഒന്ന് നേരത്തേക്കൊന്ന് മുന്തിപ്പിക്കാനോ സാധ്യമല്ല മരണത്തെ. അത് അള്ളാഹുവിന്റെ വാഗ്ദയാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് വന്നെത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് കരഞ്ഞു പറയണം, റബ്ബേ ഇന്നതൊക്കെ ചെയ്തു പോയി നാഥാ, ചില സന്ദർഭങ്ങളിൽ അറിഞ്ഞും അറിയാതെയും പാപങ്ങളൊക്കെ പൊറുക്കണേ റബ്ബേ എന്ന് കരഞ്ഞു കേണപേക്ഷിക്കേണ്ടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് തേടണം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, 1400 വർഷങ്ങൾക്ക് മുന്നേ ഖുർആൻ ഇറങ്ങിയ സന്ദർഭം തൊട്ട് നമ്മോട് സൂചിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റബ്ബ് പറയുകയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിളൂൻ. മനുഷ്യ നിങ്ങളൊക്കെയും അശ്രദ്ധയിലാണ്. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യ നിങ്ങളുടെ വിചാരണ ഇതാ വളരെ അടുത്തിരിക്കുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിളൂൻ. പക്ഷേ അവനതിനെ സംബന്ധിച്ച് ഒരു ശ്രദ്ധയില്ല, അതിനെ സംബന്ധിക്കുന്ന ഒരു താല്പര്യവും കാണിക്കുന്നില്ല. എന്റെ വിചാരണയാണ്, എന്റെ മരണമാണ് അടുത്തത് സംഭവിക്കാനുള്ളത് എന്ന ബോധമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ മറന്ന്, വിചാരണ നാളിനെ മറന്ന്, മരണത്തെ മറന്നുകൊണ്ട് ദുനിയാവിൻ്റെതായിട്ടുള്ള പളവളപ്പിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ആളുകളായി സഹോദരന്മാര് നമ്മൾ മാറാൻ പാടില്ല. മറിച്ച് നമ്മൾ ചിന്തിക്കണം എന്റെ നാളെയെ പറ്റി, നമ്മൾ ചിന്തിക്കണം എനിക്ക് വരാനുള്ള അള്ളാഹുവിന്റെ കോടതിയെ സംബന്ധിച്ച്, എന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ എന്നെ കൊണ്ട് സാധിക്കണം, നമ്മളെ കൊണ്ട് സാധിക്കണം. അത്തരത്തിൽ റമളാനിനെ പൂർണ്ണമായി വിനിയോഗിക്കുവാനും ഉപയോഗപ്പെടുത്താനും ആത്മാർത്ഥതയോടുകൂടി പ്രയത്നിക്കുവാനുമുള്ള തൗഫീക്ക് റബ്ബിനോട് ചോദിക്കുക. അത്തരക്കാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ ഏറെയും ദാനധർമ്മം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റുപോലെ എന്നാണ് പ്രവാചകന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സമ്പന്നതയുടെ ആളായിരുന്നില്ല. ചില ആളുകൾ പറയും അവർക്ക് സമ്പത്തുള്ളത് കൊണ്ട് അവർ കൊടുക്കുന്നു, എനിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടില്ല, അത് ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ പറഞ്ഞാൽ ചില ആളുകൾക്ക് വലിയ പ്രയാസമാണ്. അള്ളാഹുവിന് വേണ്ടി, റബ്ബിന്റെ ഭവനത്തിന് വേണ്ടി, റബ്ബിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ, ഒരു സാധുവിനെ സഹായിക്കാനൊക്കെ പറയുമ്പോൾ പ്രയാസം അനുഭവപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നുമില്ലാതെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും തന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ പടച്ചട്ട പടയങ്കി അപ്പുറത്തെ ജൂതന്റെ കയ്യിലേക്ക് പണയം വെച്ചുകൊണ്ട് തന്റെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം, ആ ഭക്ഷണം മേടിക്കാനുള്ള പൈസ മാത്രം കരസ്ഥമാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജീവിതത്തിൽ സമ്പന്നതയുടെ ഒരു ഉത്തംഗതയിലും എത്താത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ റമളാൻ മാസമായി കഴിഞ്ഞാൽ ഉള്ളത് മുഴുവനും റബ്ബിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്ന വ്യക്തിയായിരുന്നു. നമ്മളോട് ഉള്ളത് മുഴുവനും കൊടുക്കാനൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ സമ്പത്തിന്റെ 1/3 അത് തന്നെ അധികമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഒരുപാട് ബാധ്യതകളുണ്ട് നമുക്ക്. റബ്ബിനോടുള്ള ബാധ്യതകൾ, അടിമകളോട് നമ്മുടെ സഹോദരന്മാരുള്ള ബാധ്യതകൾ, അതൊക്കെ കൃത്യമായി നിർവഹിക്കുക. ഈ റമളാൻ അതിൻ്റെതായ രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിക്കണം. കാരണം അടുത്ത ഒരു റമളാനിലേക്ക് നമ്മളിൽ ആരാണ് ഉണ്ടാവുക എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. കഴിഞ്ഞ റമളാനിൽ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾ ഈ റമളാനിന്റെ തുടക്കത്തിലും നമ്മുടെ കൂടെ പള്ളിയിലും നോമ്പ് തുറക്കാനും അതേപോലെ തന്നെ മറ്റു പല പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളുടെ കൂടെയില്ല, വിട പറഞ്ഞ് റബ്ബിലേക്ക് യാത്രയായി. എന്റെയും നിങ്ങളുടെയും അവസ്ഥ എപ്പോഴാണ് എന്ന്, ആ അവസരം എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അത് വന്നെത്തുന്നതിനേക്കാളും മുന്നേ ആത്മാർത്ഥമായി പരിശ്രമിക്കുക, പ്രയത്നിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരക്കാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകളുണ്ട്, വിശ്വസിച്ച ഈമാനുള്ള ചില ആളുകൾ. അവരുടെ പ്രത്യേകത എന്താണ്? യുഅ്തൂന മാ അതൗ, അവർക്കുള്ളതിൽ നിന്ന് അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ ചെലവഴിക്കും. വഖുലൂബുഹും വജില, അത് ചെലവഴിക്കുമ്പോ, ആ ധർമ്മം ചെയ്യുമ്പോ, നമസ്കരിക്കുമ്പോ, നോമ്പ് നോക്കുമ്പോ, അള്ളാഹുവിന് വേണ്ടി രാത്രി നമസ്കരിക്കുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെയും വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വല്ലാത്ത രൂപത്തിൽ പേടിക്കുന്നൊരവസ്ഥയിലായിരിക്കും. അള്ളാഹു പറഞ്ഞു, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അള്ളാഹുവിലേക്ക് മടങ്ങിയെത്തും എന്നതാണ്, മരണപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് എത്തും എന്നതാണ് അവർക്കുണ്ടാകുന്ന പേടി എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിറങ്ങിയപ്പോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, അഹുവ അർറജുലു യസ്നി വയസ്രികു വയശ്റബുൽ ഖംറ, റസൂലേ, അവർ പേടിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താ? അവർക്ക് പേടിയില്ലാതെ റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കാലോ, നമസ്കാരം തെറ്റല്ലല്ലോ, നോമ്പ് നോക്കാലോ, അതൊരു കുറ്റമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നില്ലല്ലോ, ഏറെ പുണ്യമുള്ള കാര്യമാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവർ പേടിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്. അവർ കള്ളു കുടിച്ചത് കൊണ്ടാണോ? അതല്ല അവർ കളവ് പറഞ്ഞതും കളവ് ചെയ്തതും കാരണത്താലാണോ? ഇനി അതല്ല അവർ വ്യഭിചാര കുറ്റം ചെയ്തത് കൊണ്ടാണോ? നന്മ ചെയ്യുമ്പോ അവർക്കപ്പോഴും പേടി റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നത് ഓർത്തുകൊണ്ടാണോ പേടിച്ചത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലാകിന്നർ റജുല യസൂമു വയുസല്ലി വയതസദ്ദഖു, അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ്. പക്ഷേ വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു, അവരുടെ പേടി ഒരേ ഒരു കാര്യം, കർമ്മങ്ങൾ ചെയ്തത് റബ്ബ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് ആലോചിച്ചുകൊണ്ടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നോറ്റിട്ടുള്ള നോമ്പും നമ്മൾ നമസ്കരിച്ചിട്ടുള്ള രാത്രി നമസ്കാരങ്ങളും ഫർള് നമസ്കാരങ്ങളും റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങളും ഒക്കെയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം വല്ലാതെ കരയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബാക്കിറാമുകൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇബ്നു ഉമറെ താങ്കൾ കരയുന്നത്? അങ്ങയുടെ പ്രത്യേകതയ്ക്ക് നമുക്കറിയാം, പ്രവാചകന്റെ സുന്നത്ത് കൃത്യമായി മുറുകെ പിടിച്ച വ്യക്തിയാണ് താങ്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ, നോമ്പ് നോറ്റതുപോലെ, ഹജ്ജും ഉംറയും നിർവഹിച്ചതുപോലെയൊക്കെയും ഓരോ കർമ്മങ്ങളും ചെയ്ത അനുഷ്ഠിച്ച വ്യക്തിയാണ് താങ്കൾ. പിന്നെ എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു വഖ്ത് നമസ്കാരത്തിലെ ഒരു റക്അത്തിലെ 2 സുജൂദുകൾ ഞാൻ നിർവഹിക്കുമ്പോൾ അതിലൊരു സുജൂദെങ്കിലും റബ്ബ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതാ ഈ ലോകത്തോട് മരണപ്പെട്ട് വിട പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ സഹോദരന്മാരെ, നമ്മളും അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്തവരാണ്. റബ്ബ് സ്വീകരിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. റബ്ബിനോട് ആത്മാർത്ഥമായി തേടുക. നമ്മൾ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്തു കഴിഞ്ഞതിന് ശേഷം റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും പ്രാർത്ഥനയാണ്. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക, ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്ന യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.